പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ദൈവവേദന, മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കൾ ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ
എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ദൈവം ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്വരസ് നീക്കുവാമേ. വിശ്വാസത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസത്തിൻ്റെത് വിശ്വാസ കൈമാറ്റം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. പിന്നെ അത് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്, മറ്റുള്ള മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയണം. ഇപ്പോൾ കരിസ്മാറ്റിക് മേഖലയിൽ വന്നപ്പോൾ കുറച്ച് ഏറ്റുപറച്ചിൽ കൂടിയിട്ടുണ്ട്. അത് ഒരു മറ്റ് പല മിഷൻ പ്രവർത്തനങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് കരിസ്മാറ്റിക്കിന് തീവ്രമായ അഭിഷേകം കിട്ടിയവർ ഏറ്റുപറയാൻ വേണ്ടി കുറച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഉടമ്പടിയുടെ കാലം വന്നപ്പോൾ വിശ്വാസ പ്രയോഗങ്ങൾ വന്നു. നമ്മുടെ വിശ്വാസം പ്രൊഫഷണൽ ഫെയ്ത്തിൻ്റെ തന്നെ ഒത്തിരി എക്സ്പ്രഷൻ രൂപങ്ങൾ വന്നു. പിന്നെ സുവിശേഷ കൈമാറ്റം മസ്റ്റാക്കി, ഓപ്ഷണലല്ല. അത് വെദർ യു ഹാവ് given the grace or not, by the very person you are being Christian, you must proclaim gospel. അതാണ് ഉടമ്പടിയുടെ ഒരു നിലവാരം എന്ന് പറയുന്നത്. നിനക്കത് പ്രത്യേക ഗ്രേസ് കിട്ടിയാലും ഇല്ലെങ്കിലും നീ വത്തിക്കാൻ സുനദോസിൻ്റെ ബൈ ബാപ്റ്റിസം എവരി ക്രിസ്ത്യൻസ് മിഷണറി. അത് വെള്ളം കൊണ്ട് ജ്ഞാനസ്നാനമാകാം, വിശ്വാസം കൊണ്ട് ജ്ഞാനസ്നാനപ്പെട്ട ആളാകാം. നീ ക്രിസ്തുവിനെ അറിഞ്ഞോ, യു മസ്റ്റ് give to others your faith. അതാണ് ഉടമ്പടിയുടെ അത് വത്തിക്കാൻ സുനദോസിൻ്റെ നിലപാടാണത്. അല്ലാതെ ഒരു പ്രാർത്ഥിച്ച് ഒരു ഗ്രേസ് കിട്ടിയിട്ട് അവർ ജീവിത വിളിയായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത് കുറേ പേരുടെ ഒരു സമൂഹം ഉണ്ടാക്കുകയല്ല. എവരിബഡി ഹു ആർ ബാപ്റ്റിസ്റ്റ് ഇൻ ഫെയ്ത്ത് ദേ മസ്റ്റ് ബി മിഷണറി. അതാണ് ഉടമ്പടിയുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് മുൻതൂക്കങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾ കർത്താവിനെ അത് എപ്പോഴും മിഷൻ പ്രവർത്തനങ്ങൾ എപ്പോഴും ഈസിയല്ല. എല്ലാ കാര്യങ്ങളിലും ഇത്തരം നമുക്കുണ്ടായിട്ടുള്ള എല്ലാ രക്തസാക്ഷികളും മിഷണറി ജോലി ചെയ്ത രക്തസാക്ഷികളായവരാണ്. അപ്പം മിഷണറി ജോലി ചെയ്യുന്നവർക്ക് ആന്തരികമായ ബോധ്യമുണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുമെന്ന്. പിന്നെ മിഷണറി ആകാൻ പറ്റത്തില്ല. പിന്നെ ക്യാപിറ്റൽ മിഷണറി ആയിട്ടുള്ള അല്ലെങ്കിലും നമുക്ക് മിഷണറി ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ വീടുകളിലും നമ്മുടെ തന്നെ ശരീരത്തിൽ, ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും വലിയ മിഷണറിയാണെന്ന് പറയണില്ല, എന്നാലും ചെയ്യണ മിഷൻ ജോലിയെല്ലാം നല്ല പേയ്മെൻറ്റിലാണ്. എനിക്കാണെങ്കിൽ നല്ല അസുഖങ്ങളൊക്കെ ഉണ്ട് പലതരത്തിലും. ഞാൻ അതുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് അസുഖമാണെന്ന് പറഞ്ഞ് പോയിട്ടില്ല. ആ സമയത്തും ആൾക്കാരെ പ്രാർത്ഥിക്കും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ആ ശുശ്രൂഷയുടെ കർത്താവ് എല്ലാവരും ഹീൽ ചെയ്യുമ്പോൾ അവൻ വൂണ്ടഡ് ഹീലറാണ്, മുറിവേറ്റവനായിട്ട് കിടക്കുന്നവനാണ് അവൻ. അപ്പം മുറിവിലൂടെയാണ് സൗഖ്യം എന്നുള്ള ബൈബിളിൻ്റെ ഒരു തിയറി ഉണ്ട്. അവൻ്റെ മുറിവിലാണല്ലോ നമ്മുടെ സൗഖ്യം എന്ന്. അപ്പം ഇത് വിശ്വാസത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണുവാനും അതിനെ ചുമ്മാ ഒരു പ്രാർത്ഥനാ പുസ്തകങ്ങൾ വായിച്ച് ദൈവത്തിനെ കേൾപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ക്രിസ്ത്യാനിയായിട്ട് റെഡ്യൂസ് ചെയ്യാതെ വിശ്വാസം പ്രൊക്ലെയിം ചെയ്യുന്ന, വിശ്വാസം സാക്ഷീകരിക്കുന്ന ആഴമുള്ള ക്രൈസ്തവരായിട്ട് മാറാൻ അതാണ് നമുക്ക് അധികാരം നൽകണത്. അപ്പം നമുക്ക് ആഴമുള്ള വിശ്വാസം കൈമാറുന്നവരാണെന്ന് കണ്ടാൽ ദൈവം നമുക്ക് തരണത് അഭിഷേകത്തെക്കാൾ വലിയ സംഭവം തരും. അതിനാണ് അധികാരം എന്ന് പറയുന്നത്. ലൂക്ക 22:32. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഗെത്സെമനയിലെ ഭയങ്കര കഠോര സങ്കടങ്ങളുടെ സമയത്ത് പത്രോസിനെ ഈശോ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ പത്രോസിനെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അതാണ് വിഷയം. നമ്മളെ ഒരു കംപ്ലീറ്റ് വിശ്വാസി ആകുമ്പോൾ എന്താ ചെയ്യണത്? നമ്മളെ തന്നെ അവശതകളിൽ നിന്നും
പിന്തിരിപ്പ മനോഭാവങ്ങളിൽ നിന്നും, നഷ്ടശിഷ്ട ബോധങ്ങളിൽ നിന്നും, ലാഭനഷ്ട കണക്കുകളിൽ നിന്നും, ആരോഗ്യ കണക്കുകളിൽ നിന്നും, കുടുംബത്തിൻ്റെ കലഹങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വന്ന് എന്ത് ചെയ്യണം? നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. അപ്പം തിരിച്ചു വരവാണ് വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റവും വലിയ തിരിച്ചു വരവ്. എല്ലാവർക്കും തിരിച്ചു വരാൻ ഒത്തിരി ഇടങ്ങളുണ്ടല്ലോ. ചിലക്ക് കടങ്ങളായിരിക്കും. അയ്യോ ഞാൻ കടവന്ന് കഴിയട്ടച്ചാ. ചില അമ്മച്ചിമാർ ഉടമ്പടി എടുത്തിട്ട് എന്താ പറയണത്? അച്ഛാ ഉടമ്പടിയേ എൻ്റെ മകളെ പ്രസവിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക, അപ്പോൾ അവളൊന്ന് പ്രസവിച്ച് പോയിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പച്ചത്തിരി നിലത്തിലേക്ക് കത്തിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ തിരിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഉടമ്പടി എടുത്തിടണം. പക്ഷെ അതല്ല, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും. അതിൽ നിന്നും നീ തിരിച്ചു വരണം. എന്താണ് അതങ്ങനെ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ നീ തിരിച്ചു വരണം. കർത്താവിൻ്റെ ഏറ്റവും വലിയ വാക്കാണ് നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അതുള്ളപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ, വിശ്വാസത്തെ ഉയർത്താൻ ഒരു തിരിച്ചുവരവ് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഭൂമിയിൽ പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാലി. ഞാൻ കോട്ടയം ജില്ല അതിരമ്പുഴ ഫൊറോന കോട്ടയ്ക്കുപുറം ഇടവക സെൻറ്റ് മാത്യൂസ് ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് എൻ്റെ കൂട്ടായ്മയിലുള്ളൊരു ദൈവമകൾ എനിക്ക് ഒരു പത്രം തന്നത് മുഖാന്തരമാണ് ഞാനിവിടെ എത്തപ്പെടേണ്ടത്. ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 നവംബർ 27 ആണ് ഞാനിവിടെ വന്ന് ഈ പുണ്യഭൂമിയിലെത്തി ഉടമ്പടി എടുത്തത്. അന്നേ ദിവസം പരിശുദ്ധ അമ്മയെ വഹിച്ചു പോകാനുള്ള വലിയ കൃപ കർത്താവ് എനിക്ക് തന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ എൻ്റെ അഹങ്കാരവും എൻ്റെ ഈഗോയും കാരണം ഞാൻ പത്രം വാങ്ങിക്കാതെ തിരിച്ചു പോയി. അന്നേ ദിവസം തന്നെ ജോസഫച്ചനെ കണ്ട്. അന്ന് എൻ്റെ ഭർത്താവിന് ക്യാൻസർ ആയിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തിനായിട്ടാണ് ഞാനിവിടെ വന്നത്. അന്ന് തന്നെ ജോസഫച്ചനെ കണ്ടു. എൻ്റെ ഭർത്താവ് സുഖപ്പെടുമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ ആ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചില്ല. എൻ്റെ ഈഗോ കാരണം, എൻ്റെ അഹങ്കാരം കാരണം ഞാൻ പത്രം വാങ്ങിക്കാതെ പോയി. ആ ഒരു മാസം കൊണ്ട് എൻ്റെ ഉടമ്പടി എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൗണ്ടെല്ലാം താഴുകയും അങ്ങനെ 2020 എൻ്റെ ഹസ്ബൻഡ് എന്നിൽ നിന്ന് വേർപിരിഞ്ഞു എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി. വീണ്ടും 2022 വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ കാശ് രൂപത്തിന് അന്ന് അപേക്ഷ എഴുതി കൊടുത്തു. എനിക്ക് പുതിയ കാശ് രൂപം കിട്ടി. ആദ്യം തന്നെ എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടായിരുന്നു. വീണ്ടും ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അവർക്ക് എൻ്റെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. മക്കളില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം പറയുന്നില്ല. ഞാനിവിടെ വന്ന് ഞാനൊരു പുതിയ ഭവനം ആഗ്രഹിച്ചു. അത് എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം വേണമായിരുന്നു. ഞാൻ ഒത്തിരി തപ്പി നടന്നു. എൻ്റെ ഇടവക ദേവാലയത്തിനടുത്ത് തന്നെ വേണമായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ പഞ്ചായത്ത് മാറാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. നിലവിൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് 1-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. അത് മാറാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ വന്ന് കണ്ട് എനിക്ക് ജോസഫിനെ വന്ന് ഞാൻ കണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭൂമി പരിശുദ്ധ അമ്മ അവസാനം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ഈശോയെ സ്വീകരിച്ചതിന് ശേഷം അന്ന് തന്നെ രാവിലെ ഞാൻ ഉപ്പുമായിട്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോയത്. ആ ഉപ്പ് രാവിലെ ഞാൻ കണ്ട ഇഷ്ടപ്പെട്ട ഭൂമിയിൽ ഉപ്പ് വിശുദ്ധമായ ഇവിടുത്തെ ഉപ്പ് ഞാൻ വിതറി. അതിനുശേഷം ഞാൻ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ച് ഓണറോട് സംസാരിച്ചു. എനിക്ക് 10 സെൻറ്റ് സ്ഥലം ആഗ്രഹിച്ചോടുത്ത് 13 സെൻറ്റ് സ്ഥലം തന്നു ദൈവം അനുഗ്രഹിച്ചു. ഭവനം പണിയുന്ന ഒരുക്കമായിട്ട് ഞാൻ ജോസഫച്ചനെ ഇവിടെ വന്ന് കണ്ടു. ജോസഫച്ചൻ പറഞ്ഞു, കല്ലിടുന്നതിന് മുൻപായിട്ട് ഈ കാശുരൂപം കല്ലിടുമ്പോൾ സമർപ്പിക്കാൻ പറഞ്ഞു. എൻ്റെ വികാരിച്ചൻ വന്ന് കല്ലിട്ടു. അപ്പം ബഹുമാനപ്പെട്ട ജോസഫച്ചൻ തന്ന കാശുരൂപം ഞാൻ കല്ലിട്ടപ്പോൾ ഞാൻ സമർപ്പിച്ചു. 6 മാസം കൊണ്ട് എൻ്റെ ഭവനം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 14-ാം തീയതി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് എടുത്തു. ഏപ്രിൽ 14-ാം തീയതി ഭവനത്തിൻ്റെ കൂദാശയാണ്. അതിന് മുൻപായിട്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു.
എന്നെ ഈ സാക്ഷ്യത്തിനായിട്ട് ഇന്ന് പറയാൻ എന്നെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇന്നത്തെ വിശുദ്ധ ബലിയിൽ ഞാൻ സമർപ്പിച്ചു. എനിക്ക് ഇന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം എനിക്ക് പോകുവാൻ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഈ 10-ാം തീയതി ഞാൻ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ്. വളരെ മനോഹരമായ ഭവനം കർത്താവ് എനിക്ക് 2060 സ്ക്വയർ ഫീറ്റിൽ ഒരു നല്ലൊരു ഭവനം തന്ന് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. 10-ാം തീയതി എൻ്റെ താക്കോൽ എനിക്ക് കോൺട്രാക്ടർ തരും. അങ്ങനെ എൻ്റെ കർത്താവായ യേശുവിന് കോടാനുകോടി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഞാൻ താമസിച്ചിരുന്ന ഒരു 5 സെൻറ്റ് സ്ഥലവും വീടും വിൽക്കുവാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അങ്ങനെ ഒരു മെയിൻ റോഡ് അരികിൽ ഒരു കുഴിയിലായിരുന്നു എൻ്റെ ഭവനം. അത് വിറ്റ് കിട്ടുവാൻ ഒത്തിരി തടസ്സമായിരുന്നു. കുഴിയിലായിരുന്നോണ്ട് ആർക്കും വേണ്ട. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. 2 വർഷമായിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചു. എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവും, ആർക്കും വേണ്ട. അതും ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, പരിശുദ്ധമായ അമ്മയുടെ കാശുരൂപം മുറ്റത്ത് സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ വിശ്വാസം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം മുറ്റത്ത് സമർപ്പിച്ചു. അങ്ങനെ ഇവിടുത്തെ വിശുദ്ധമായ ഉപ്പ് എൻ്റെ വിൽക്കാനുള്ള വീടിൻ്റെ 4 മൂലയ്ക്ക് ഞാൻ വിതറി. അങ്ങനെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെ സമർപ്പിച്ചുകൊണ്ടിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഉടനെ തന്നെ ഭവനം വിറ്റുപോയി. അതിന് ഞാൻ എൻ്റെ കർത്താവായ യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഗവൺമെൻറ് ആശുപത്രി, എൻ്റെ അയൽപക്കം, എൻ്റെ ഇടവക, ഓട്ടോ സ്റ്റാൻഡ് എല്ലായിടത്തും ഞാൻ പത്രം വിതരണം ഇപ്പം ഞാൻ ചെയ്തു വരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തു വരുന്നത് മാസത്തിൽ ഒരു 15 പൊതിച്ചോറെങ്കിലും ഞാനൊരു ജീവകാരുണ്യ സ്ഥാപനത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കോട്ടയം നവജീവൻ ട്രസ്റ്റിൽ പോയി ഞാൻ രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ പ്രഭാത കൃത്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള എൻ്റെ ഇടവക ദേവാലയത്തിൽ ഞാൻ സജീവമായി പങ്കെടുക്കുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കത്തില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തീക്ഷ്ണമായിട്ട് കുർബാനയിൽ സജീവമായി പങ്കെടുക്കാനും അങ്ങനെ പരിശുദ്ധ ജപമാലയിലും വിശുദ്ധ ഗ്രന്ഥ വായനയിലും എല്ലാം ഞാൻ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ 2 ആഴ്ച കഴിയുന്നതിന് മുൻപായിട്ട് ഞാൻ കുമ്പസാരിച്ചിരിക്കും. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും 1000 കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുന്നു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. സങ്കീർത്തനം 107 7-ാം വചനമാണ്. ദൈവം തൻ്റെ ജനത്തെ കഷ്ടതകളിൽ നിന്ന് രക്ഷിച്ച് ശരിയായ വഴിയിലൂടെ നയിക്കുന്ന ഒരു ദൈവമാണ്. മരുഭൂമിയിൽ വഴിതെറ്റിയ ജനത്തിന് വഴികാട്ടിയായി നിന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ന് ഉടമ്പടി ഒരു നേർവഴിക്ക് നയിക്കുന്ന ഒരു ആത്മീയ പാതയാണ്. ദൈവത്തെ കണ്ടെത്താൻ നമ്മെ ഇടയാക്കുന്ന ഒരു ജീവിത നടപടിയാണ് ഉടമ്പടി. നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റുമ്പോൾ ഉടമ്പടിയാണ് നമ്മെ പ്രാർത്ഥനയിലേക്ക് തിരികെ വിളിച്ച് സമാധാനത്തിൻ്റെ നഗരത്തിലേക്ക് എത്തിക്കുന്നത്. മരുഭൂമിയിൽ വഴിതെറ്റിയവരെ പോലെ ദൈവം ഉടമ്പടി മക്കളെ പാപത്തിൽ നിന്ന് തിരിച്ചു വിളിച്ച് വിശ്വാസത്തിലൂടെ ആത്മീയ സുരക്ഷയാണ് നമുക്ക് നൽകുന്നത്. സാലി മാത്യു എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമ്മളേത് ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലായാലും എല്ലാം ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ കരം പിടിച്ച് നയിക്കുന്ന അമ്മയാണ്, സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു എന്ന് പറയുന്നത് സങ്കീർത്തനം 107 പറയുന്ന പോലെ ഈ മകളുടെ ജീവിതത്തിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായെങ്കിലും അതെല്ലാം തിരുത്തി നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് സാലിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിലും വഴിതെറ്റുന്ന സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്കും തിരിച്ചു വരാം. വഴിതെറ്റിയ വ്യക്തിയെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവരെ ശരിയായ വഴിയിലേക്കാണ് ഉടമ്പടിയിലൂടെ നയിക്കുന്നത്. കൃപാസനം അമ്മ ഉടമ്പടി ജീവിതം ഈ ജീവിതത്തിലേക്ക് നമ്മെ സമർപ്പിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. ഈ യാത്രയിൽ നമുക്കും പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി യാത്ര മുന്നോട്ട് പോകാം. പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സാലി മാത്യുവിന് കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബീന. ഞാൻ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൻ മെൽവിൻ.
ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഡിസംബർ മാസം 31-ാം തീയതിയാണ്. ഇതിനു മുമ്പ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യമായി ഇവിടെ വന്ന് എന്താണ് ഉടമ്പടി എന്നുപോലും എനിക്ക് അറിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഇവിടെ ആലപ്പുഴ ബീച്ചിൽ പോവുകയും അവിടെ വെച്ച് എൻ്റെ ഫോൺ കടലിൽ വീഴുകയും അതെടുക്കാൻ ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ മക്കൾ എന്നെ പുറകിൽ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും എനിക്ക് കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല. ഞാൻ എങ്കിലും തിരിച്ച് കയറി വന്നു. ആ ഫോൺ പോയതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നിയെങ്കിലും പിന്നീട് പെട്ടെന്ന് തന്നെ മാതാവ് എനിക്ക് അതിനൊരു മോചനം തന്നു. അതിപ്പോൾ സാരമില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടാവുകയും ഞാൻ വീട്ടിലേക്ക് വരികയും ചെയ്തു. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴിയിൽ എൻ്റെ ബസ് എനിക്ക് മിസ്സാവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ 2 ഗ്രേ കളർ ഡ്രസ്സിട്ട 2 കന്യാസ്ത്രീമാർ അവിടെ നിൽക്കുന്നത് കണ്ടു. എനിക്കപ്പോൾ വളരെയധികം സമാധാനം തോന്നുകയും എൻ്റെ ബസ് എനിക്ക് അവർ തന്നെ ഫോൺ വിളിച്ച് അവർ എൻ്റെ അടുത്തിൽ വന്ന് എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് എൻ്റെ മകൻ പഠനത്തിൽ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു എങ്കിൽ പോലും അവന് എൻ്റെ ഒരു അസാന്നിധ്യത്തിൽ അവൻ പഠനത്തിൽ ഉഴപ്പുകയും പിന്നെ മാർക്കൊക്കെ വളരെ കുറയുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ എനിക്ക് വളരെയധികം പ്രയാസം തോന്നുകയും അവൻ്റെ ഫോട്ടോയിൽ ഞാൻ വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവന് 10ാം ക്ലാസ്സിൽ 9 A+ഉം 1 B+ഉം വേണ്ടി നല്ല വിജയം അവന് കിട്ടുകയും ചെയ്തു. പിന്നീട് ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ വിദേശയാത്രയ്ക്ക് വേണ്ടി എഴുതി വെച്ചിരുന്നെങ്കിലും ഞാനത് മറന്നുപോയി. ഞാൻ മെസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അതിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പോവുകയും മാതാവ് പക്ഷേ അത് മറന്നില്ല. എനിക്ക് വിദേശത്ത് പോകാനുള്ള ഒരു സാധ്യത എനിക്ക് വരികയും അങ്ങനെ ഈ അടുത്ത മാസം 7-ാം തീയതിയിൽ ഞാൻ വിദേശത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. ആ ടിക്കറ്റ് എന്ന് പറയുന്നത് 7-ാം തീയതിയിലത്തേക്കായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത്. 6-ാം തീയതിയിലേക്കാണ് എനിക്ക് ടിക്കറ്റ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷേ 7-ാം തീയതിയിലത്തേക്കുള്ള ടിക്കറ്റാണ് എനിക്ക് കിട്ടിയത്. അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കുകയും പിന്നെ എനിക്ക് വളരെയധികം സഹായമൊന്നും ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ പോലും എന്നെക്കൊണ്ട് ചെറിയ രീതിയിൽ ഫോണുകളിൽ വരുന്ന അപേക്ഷകൾക്കൊക്കെ ഞാൻ ചെറിയ സഹായങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലുകയും സമയം കിട്ടുമ്പോൾ ദിവസവും അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. മാതാവ് ഈശോയെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. ഉൽപ്പത്തി 28:15 ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ബീന തോമസ് എന്ന ഈ സഹോദരി ഉടമ്പടിയെടുത്ത നാൾ മുതൽ അമ്മയിലൂടെ ലഭിച്ച സവിശേഷമായ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ അരികിൽ ഒരാഗ്രഹം പോലെ സമർപ്പിച്ച നിയോഗത്തെ അനുഗ്രഹമായി പ്രതീക്ഷിക്കാതിരുന്ന ഈ നാളുകളിൽ അമ്മ മാതാവ് നൽകിയതിന് വലിയ സന്തോഷത്തോടു കൂടി പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് നന്ദി പറയുന്നു. സഹോദരി സൂചിപ്പിച്ച് ഉടമ്പടി എടുത്ത് ഒരു പിക്നിക്ക് പോലെ ബീച്ചിലേക്ക് ചെന്ന് സന്തോഷിച്ച് പോകാമെന്ന് കരുതി അവിടെ ചെല്ലുകയും അവിടെ ഫോൺ വെള്ളത്തിൽ നഷ്ടപ്പെടുകയും സഹോദരി തന്നെ അതെടുക്കുവാനുള്ള ആ ഒരു ആകുലതയിൽ വെള്ളത്തിനുള്ളിലേക്ക് ഒത്തിരി കയറിപ്പോവുകയും ചെയ്തു. പുറത്തുനിന്ന് വിളിച്ചതൊന്നും കേൾക്കാതെ ആകെ പാനിക്കായിപ്പോയ നിമിഷങ്ങളിൽ പെട്ടെന്ന് മാതാവ് തന്നെ മകൾക്കൊരു ചിന്ത കൊടുക്കുന്നു, ജീവനോളം വരുത്തില്ലല്ലോ കൈവിട്ടു പോയൊരു വസ്തുവെന്ന്. അതാണ് തിരികെ കയറി വരുവാനും നഷ്ടപ്പെട്ട ഫോണിനേക്കാൾ ഉപരി അമ്മയുടെ സംരക്ഷണത്തെക്കുറിച്ചോർത്ത് ആശ്വസിക്കുവാനും മകളെ പെട്ടെന്ന് ശക്തിപ്പെടുത്തിയത്. അവിടെ നിന്നാണ് ഉടമ്പടി ജീവിതത്തിൽ അമ്മ കൂടെയുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് മകൾ മാറുന്നത്. മകൾ പിന്നീട് പറയുന്നുണ്ട്, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പോൾ നാട്ടിലേക്കുള്ള ബസ് രാത്രി 9 മണിക്ക് മിസ്സാവുന്നു.
അവിടെ എന്ത് ചെയ്യണമെന്നറിയില്ല. തിരികെ പോകാൻ താമസ സ്ഥലത്തേക്ക് പോകുവാൻ 3 മണിക്കൂർ യാത്രയുണ്ട്. ആ സമയത്ത് അധികം വാഹനങ്ങളില്ല. മാതാവിനെ വിളിച്ച് സംരക്ഷണം തേടുമ്പോൾ 2 ഗ്രേ നിറത്തിൽ വസ്ത്രം ധരിച്ച സിസ്റ്റേഴ്സ് കാണപ്പെടുന്നു. അത് മകൾക്ക് വലിയൊരു ആത്മധൈര്യം കൊടുക്കുന്നു. അമ്മയുടെ നിറമുള്ളവർ ഇവിടെ എൻ്റെ അരികിലെത്തി, അമ്മ എന്നെ സഹായിക്കും, സംരക്ഷിക്കുമെന്ന്. അതിൻ്റെ തുടർച്ച ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഈ മിസ്സായ വാഹനം തിരികെ വന്ന് സഹോദരിയെ കൂട്ടിക്കൊണ്ട് നാട് വരെ എത്തിക്കുകയും ചെയ്യുന്നു. ഉടമ്പടി നമ്മൾ എപ്പോഴും അമ്മ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്നതാണ്. നമുക്ക് എല്ലാം അവസാനിക്കുന്നു, തകർച്ചയായെന്ന് കരുതുമ്പോൾ നമ്മുടെ മേൽ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനുമുള്ള കൈവെപ്പുണ്ടെന്ന് ഉടമ്പടി നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. സഹോദരി 2ാമത് ഉടമ്പടി പുതുക്കുമ്പോഴാണ് ഒരു നിയോഗം വയ്ക്കുന്നത്. ഒന്ന് വിദേശത്ത് പോയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തിലും അല്പം കൂടി മെച്ചപ്പെട്ട് എല്ലാം ചെയ്യാമായിരുന്നുവെന്ന്. പക്ഷേ പോകുവാനുള്ള പണമൊന്നും കണ്ടെത്താനാവുന്നില്ല. ഏതാണ്ട് ഉപേക്ഷിച്ചതുപോലെ ആ വിഷയം വിട്ടു. ഇന്ന് ഈ അൾത്താരയിൽ മകൾ സാക്ഷ്യപ്പെടുത്തുവാൻ വന്നിരിക്കുന്നത് പോലും താൻ ഉപേക്ഷിച്ചൊരു പരിശ്രമത്തെ അമ്മ മാതാവ് ഏറ്റെടുത്ത് കാര്യങ്ങൾ അനുകൂലമാക്കി, സാഹചര്യങ്ങൾ അനുകൂലമാക്കി, സമയച്ചുരുക്കത്തിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ വിദേശത്തേക്ക് പോകുവാനുള്ള വഴി തുറന്ന് ലഭിച്ചതിൻ്റെ സന്തോഷം അമ്മയെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അതിനോട് ചേർത്ത് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. 6-ാം തീയതി പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചാണ് എല്ലാ കാര്യവും നീക്കിയത്. മകൾക്ക് വേണ്ടി അമ്മ ഒരുക്കി വെച്ചത് 7-ാം തീയതി ആകെ 2 ടിക്കറ്റുകൾ മിച്ചമുണ്ടായിരുന്നു. അതൊരു ടിക്കറ്റ് കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഈ യാത്ര, ഈ ജീവിതം, ഈ ഉയർച്ച ഞാൻ നിനക്ക് തരുന്നതാണെന്ന് മകളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉടമ്പടിയിലാണോ അമ്മ മാതാവ് കൂടെയുള്ളത്? അമ്മയുടെ രീതിയിൽ, അടയാളങ്ങളിലൂടെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം നേടിത്തരും. നമ്മളെയും സഹായിക്കുവാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ സംരക്ഷണത്തിനും വലിയ അനുഗ്രഹത്തിനും മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഇവിടെ നിൽക്കുവാൻ അനുഗ്രഹം നൽകിയ മാതാവിനോടും ഈശോയോടും ഞാൻ കോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതുവരെ നടത്തിയ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ പേര് അമീറ്റ. ഞാൻ പുനലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു മർത്തോമ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നവംബർ 2-ാം തീയതി 2024 ഇവിടെ ആദ്യമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കൃപാസനത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. അല്ലാതെ അതാണ് എനിക്ക് കൃപാസനത്തിനെ പറ്റിയുള്ള അറിവ്. പിന്നെ ഞാൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി പഠിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ പഠിക്കുന്ന സമയത്ത്, തൃശ്ശൂർ പഠിക്കുന്ന സമയത്ത് എനിക്ക് 1-2 വട്ടം മാതാവിൻ്റെ പത്രം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് മാതാവിൻ്റെ, കൃപാസന മാതാവിൻ്റെ വല്ലാത്തൊരു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവം എനിക്ക് പലപ്പോഴായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. പഠിത്തത്തിന് വളരെയധികം തടസ്സങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അതിന് മുന്നേ പഠിത്തത്തിന് വളരെയധികം തടസ്സങ്ങൾ പല സമയങ്ങളിലായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം, മാതാവ് നമുക്ക് സഹായിക്കാതിരിക്കില്ല എന്ന് ഞാൻ വീട്ടിൽ പറയുകയുണ്ടായി. അങ്ങനെ ഞാനും എൻ്റെ മമ്മി, എൻ്റെ പപ്പായും കൂടി നവംബർ 2-ാം തീയതി 2024 ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. യൂട്യൂബിൽ കണ്ടിട്ട് ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം വേഗമായിട്ട് മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം കണ്ടു, മനസ്സിലായി. ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന സമയത്ത് എനിക്ക് സ്ലോട്ട് കിട്ടി. എനിക്ക് മാതാവിനെ കിട്ടി. എനിക്ക് അറിയില്ലായിരുന്നു മാതാവിനെ കിട്ടിയാലുള്ള ഇമ്പോർട്ടൻസ് ഒന്നും അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ പല സാക്ഷ്യങ്ങൾ പറഞ്ഞ് കേട്ട് തുടങ്ങിയപ്പോഴാണ് അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രമാത്രം അനുഗ്രഹമാണ് മാതാവിനെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയിട്ട് ആദ്യ സമയങ്ങളിൽ എനിക്ക് അലർജി കൂടുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെ എന്ന് വിചാരിച്ചു. പിന്നീട് എനിക്ക് പലപ്പോഴായിട്ട് വചനം വായിച്ചപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായി നമ്മൾ ദൈവത്തിൻ്റെ അടുത്തും കൂടുതൽ അടുക്കുന്ന സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകാൻ ഞാൻ ഒരു രീതിയിലും തീരുമാനിച്ചില്ല. ഞാൻ ശക്തമായിട്ട് തന്നെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ധ്യാനം കേട്ടു. ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടു.
അതുപോലെ തന്നെ ഓരോ സാക്ഷ്യങ്ങളും എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പഠിത്തം എക്സാമാണ്, പക്ഷേ ഞാൻ എന്നാൽ പോലും ഞാൻ സാക്ഷ്യങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു. ഞാൻ എപ്പോഴും എനിക്ക് പഠിക്കുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ എപ്പോഴും യൂട്യൂബിലിരുന്ന് ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. ആക്ച്വലി സാക്ഷ്യങ്ങളിൽ നിന്നും ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നുമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പല പല കാര്യങ്ങൾ ഞാൻ പഠിക്കുവാൻ തുടങ്ങിയത്. അങ്ങനെ പതുക്കെ ഇവിടുത്തെ വെഞ്ചരിച്ച തൈലവും ഉപ്പുമൊക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഉപ്പ് ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ അലർജി പതുക്കെ കുറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. 2 ഗ്രൂപ്പ് 8 പേപ്പറാണ്. 8 പേപ്പറും ഒരു ദിവസം പോലും ഇടപെടാതെ വേണം പോയി എഴുതാൻ. അപ്പോൾ എനിക്ക് മുമ്പ് തന്നെ ഉറക്കം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എങ്ങനെ ഞാൻ 8 പേപ്പർ പോയി എഴുതും. അപ്പോൾ എൻ്റെ ടീച്ചർമാരും എല്ലാം എന്നോട് ആദ്യം പറഞ്ഞു, 8 പേപ്പർ എഴുതുന്നത് റിസ്ക് ആണ്, ആലോചിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിലും ഒരു ഗ്രൂപ്പ് മാത്രം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗത്തിൽ വെച്ചത് ഞാൻ 8 പേപ്പറും എഴുതി പാസ്സാവണം എന്നാണ്. അതുകൊണ്ട് ഞാൻ പിന്നോട്ട് പോയില്ല, മുന്നോട്ട് തന്നെ പോവും. ഞാൻ എഴുതുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തു. സത്യം പറഞ്ഞാൽ എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ 8 പേപ്പർ ഒരേ സ്ട്രെച്ചിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന എനിക്ക് ആ 8 ദിവസം വളരെ ഭയങ്കരമായൊരു ശക്തി ലഭിക്കുകയും ഞാൻ അന്ന് 2-3 മണിക്കൂറാണ് ഞാൻ ഓരോ ദിവസം ഉറങ്ങുന്നത്. പക്ഷേ എന്നാലും ഞാൻ തളരാതെ എന്നും എനിക്ക് ട്രാവൽ ചെയ്ത് പോയി എക്സാം എഴുതാനുള്ളൊരു ശക്തി കിട്ടി. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. ഇതെല്ലാം ഞാൻ പഠിച്ചത് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസിൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കാശുരൂപം കൈപ്പിടിച്ച് ഉപ്പ് വിതറിയിട്ടൊക്കെയാണ് അവർ എക്സാം എഴുതിയിരുന്നത് എന്ന്. അപ്പം ഞാൻ അതൊക്കെ ഫോളോ ചെയ്ത് ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നു ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട, എന്നെ നടത്തുന്നത് മാതാവാണ്, ആൾക്കാരെന്തും വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഉപ്പിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ നിറകയിൽ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ ഓരോ എക്സാം എഴുതിയത്. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന പലയിടങ്ങളും സ്റ്റക്കാവുന്ന സമയത്ത് ഞാൻ ഈ കാശുരൂപം ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മേളിൽ വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം പറയും. സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതുപോലെ എന്തെന്നില്ലാത്തൊരു ശക്തി എനിക്ക് ലഭിച്ച് എനിക്ക് പലതും എൻ്റെ സോൺ ഔട്ടായി പോകുന്ന പല കാര്യങ്ങളും എനിക്ക് കിട്ടിത്തുടങ്ങി. ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ടാലിയാക്കുന്ന കാര്യങ്ങളായാലും എവിടെയെങ്കിലും വെച്ചൊന്ന് പതറിപ്പോവുകയാണെങ്കിൽ ഞാൻ മാതാവിന് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എവിടെന്നെങ്കിലും അതിനൊരു ലൂപ്പ് ഹോൾ കിട്ടി. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും തിരിച്ച് ആൻസർ ഷീറ്റ് കൊടുക്കുമ്പോഴും മാതാവിൻ്റെ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് എനിക്ക് ഫെബ്രുവരി ആയിരുന്നു റിസൾട്ട്. എൻ്റെ മെറിറ്റോണ്ട് എനിക്ക് കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം 2 ഗ്രൂപ്പും ഫസ്റ്റ് അറ്റംപ്റ്റിൽ, അതും എന്നെപ്പോലെ കുറച്ച് അലർജിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അതിശയമാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടും. കാരണം ഞാൻ ഇവിടെ ഈ ഫ്രണ്ടിൽ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പലപ്പോഴും എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധതൈലം അഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തോ മാതാവിൻ്റെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എക്സാം റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ സാക്ഷി എഴുതി. ഞാൻ എൻ്റെ ഡയറിയിൽ സാക്ഷി എഴുതി, ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്ന് പറയുന്നതെന്നൊക്കെ സാക്ഷി എഴുതി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നോക്കാൻ അന്ന് അച്ഛൻ്റെ ധ്യാനമുള്ള ദിവസമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു റിസൾട്ട് വന്നു, എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി എന്തായി. ഞാൻ വിചാരിച്ചു ധ്യാനം അറ്റൻഡ് ചെയ്തിട്ട് എന്തായാലും നോക്കുന്നുള്ളെന്ന്. ധ്യാനം അറ്റൻഡ് ചെയ്ത് എൻ്റെ പപ്പയാണ് റിസൾട്ട് നോക്കിയത്. ഞാൻ 2 ഗ്രൂപ്പും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അങ്ങനെ 8 പേപ്പർ ഒറ്റയടിക്ക് എഴുതി പാസ്സായത് വളരെ ഒരു അത്ഭുതമാണ്. മാതാവിൻ്റെ ഒരു കൃപയില്ലാതെ എനിക്ക് അത് ലഭിക്കില്ല. അത് കംപ്ലീറ്റ്ലി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പോൾ പിന്നീട് എനിക്ക് ഉണ്ടായ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വയറുവേദന വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. എനിക്കതിന് മുൻപേ വയറുവേദനകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണിങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുത്തെ തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളത്തിൽ ഉപ്പിട്ടിട്ടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞാനത് കുടിച്ചു. ആഹാരത്തിലും കുറച്ച് ഉപ്പിട്ടും അങ്ങനെ കഴിച്ചു തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് വയറുവേദന പൂർണ്ണമായിട്ട് മാറി. എക്സാമിൻ്റെ സമയത്ത് ഒരു പക്ഷേ ആ വയറുവേദന വന്നിരുന്നെങ്കിൽ എനിക്ക് എക്സാമിന് തടസ്സമായേനെ. പക്ഷേ എനിക്ക് വയറുവേദന ഒന്നും വന്നില്ല. പിന്നെ ഇന്നേ വരെ എനിക്ക് ആ ഒരു വയറുവേദന എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു മരുന്നും ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. മാതാവിൻ്റെ തൈലവും ഉപ്പും കൊണ്ട് മാത്രമാണ് എനിക്കത് പൂർണ്ണമായിട്ട് മാറി കിട്ടിയത്. മറ്റൊരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, CMA എക്സാമിന് എല്ലാം കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് ജോലി കിട്ടാനുള്ള പ്ലേസ്മെൻറ്റിൻ്റെ ആയ സമയത്ത് ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് എനിക്ക് ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം തന്നു. അപ്പോൾ ഞാൻ ആ വിശ്വാസത്തിൽ പ്ലേസ്മെൻറ്റ് അറ്റൻഡ് ചെയ്തു.
ഓൺലൈൻ പ്ലേസ്മെൻറ്റ് സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് നല്ലൊരു MNCയിൽ ബാംഗ്ലൂർ എനിക്ക് അനലിസ്റ്റായിട്ട് ജോലി കിട്ടി. അതും കിട്ടിയതും 2 ദിവസമാണ് അവർ ഡോക്യുമെൻറ്റേഷനുള്ള സമയം തന്നത്, ഡോക്യുമെൻ്റ് ഫില്ല് ചെയ്യാൻ. ആ 2 ദിവസം മാതാവിൻ്റെ സമയ ചുരുക്കത്തെയാണ് അത് കാണിക്കുന്നത്. മാതാവ് സമയ ചുരുക്കിയാണ് 2 ദിവസമാക്കി തന്നതും ആ സമയം ഞാനത് ഡോക്യുമെൻ്റ് ഓൺലൈനിൽ കാണാനും ഞാൻ ഫില്ല് ചെയ്യാനും ഇടയായത്. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, എനിക്ക് ഓഫർ ലെറ്ററും എല്ലാം. പൊതുവേ ഒരു MNCയിൽ ഒരു ഓഫർ ലെറ്റർ കിട്ടണമെങ്കിൽ സമയം എടുക്കും. പക്ഷേ എനിക്ക് 2 ആഴ്ച കൊണ്ട് എൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ഇൻ്റർവ്യൂ, ഓഫർ ലെറ്റർ എല്ലാം സാധിച്ചു കിട്ടി. എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതും കൃപാസന മാതാവിൻ്റെ സമയ ചുരുക്കത്തിൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എൻ്റെ പപ്പായ്ക്ക് ജോലിയുടെ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് പപ്പയ്ക്കൊരു ജോലി, ഞങ്ങൾക്ക് ഗൾഫിൽ തന്നെ ഒരു ജോലി വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ചു. എന്നിട്ട് ഞാനും എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നവംബർ 2, 2024 നിയോഗം കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ഡിസംബർ പകുതിക്ക് മുന്നേ പപ്പായ്ക്ക് ജോലി കിട്ടണമെന്ന്, ഞാൻ ഗൾഫിൽ തന്നെ ജോലി കിട്ടണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. അതും സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഡിസംബർ പകുതിക്ക് മുന്നേ തന്നെ പപ്പയ്ക്ക് ജോലി കിട്ടി. പപ്പ ഗൾഫിൽ പോയി, പപ്പ ഇപ്പോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതും കൃപാസന മാതാവിൻ്റെ വലിയൊരു കരുണയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഞാൻ പഠിക്കുന്ന സമയത്തും എല്ലാം ഞാൻ ഡയറിയിൽ മാതാവിൻ്റെ വചനങ്ങൾ, ബൈബിളിലെ വചനങ്ങൾ ഞാൻ എഴുതുമായിരുന്നു. അതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ ഒരുപാട് വട്ടം എഴുതുമായിരുന്നു. പിന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. പത്രപ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത്, ഞാൻ പ്രധാനമായിട്ടും ഗവൺമെൻറ് ആശുപത്രികളിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് ആശുപത്രി രോഗികൾക്കും അവിടെ അടുത്തുള്ള കടകളിലുമൊക്കെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ഓട്ടോക്കാർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരെന്നോട് ചോദിക്കുമായിരുന്നു, അവിടുന്ന് എന്ത് തരും ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അവിടുന്ന് എന്ത് തരും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ പറഞ്ഞു വിടുന്നതാണോ എന്നൊക്കെ ചോദിച്ച് ചിലരൊക്കെ പരിഹസിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഞങ്ങൾക്ക് വേറൊന്നുമല്ല കിട്ടുന്നത്, മാതാവിൻ്റെ കൃപയും അനുഗ്രഹവുമാണ് കിട്ടുന്നത് ജീവിതത്തിൽ. അതാണ് മുഴുവൻ കിട്ടിയത്. അപ്പോൾ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ട സമയത്ത്, പല സാക്ഷ്യങ്ങളും കേട്ട സമയത്താണ് ഞാൻ അറിഞ്ഞത്, വെറുതെ പത്രം കൊടുക്കുന്നതിലും നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്ത് മാതാവിനെ പറ്റി പറഞ്ഞ് പത്രം കൊടുക്കുന്നതാണ് കൂടുതൽ അനുഗ്രഹമെന്നും മറ്റുള്ളവരെ അറിയിക്കാൻ നല്ലത് അതാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ പത്രത്തിലും ഇവിടുത്തെ തൈലം പൂശി വിശ്വാസപ്രമാണം പറഞ്ഞിട്ടായിരുന്നു ഞാൻ പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പത്രം ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഞാൻ ഇവിടെ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞ്, ഇവിടുത്തെ അത്ഭുതങ്ങൾ പറ്റി പറഞ്ഞ്, നിങ്ങളുടെ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വായിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ തന്നെ അവിടെ കടത്തിണയിലൊക്കെ ഇരിക്കുന്ന പാവപ്പെട്ട അപ്പച്ചന്മാർക്കൊക്കെ ഞാൻ പൊതു കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിനടുത്ത് സ്നേഹതീരം എന്ന് പറഞ്ഞൊരു അമ്മമാർക്കുള്ളൊരു ആശ്രമമുണ്ട്. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വിളിച്ച് ചോദിച്ച് ഞങ്ങൾ സാധനങ്ങൾ അതിനനുസരിച്ച് വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഓൺലൈനിലൊക്കെ വരുന്ന ഓരോരുത്തരുടെയും, അപ്പം ക്യാൻസർ രോഗികൾ, മറ്റ് ട്രീറ്റ്മെൻ്റ് ഉള്ളവർക്കൊക്കെ അന്നൊക്കെ എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിലിരിക്കുന്ന പലരെയും സഹായിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായനയും മുടങ്ങാതെ ബൈബിൾ വായിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒട്ടും മുടക്കിയിട്ടില്ല. കൃപാസനത്തിൽ വന്നേ പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല. അതുപോലെ തന്നെ മാതാവിനെയും കർത്താവിനെയും കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. കുർബാന ഞങ്ങൾ മാക്സിമം പറ്റുന്നിടത്തോളം എല്ലാം ഞങ്ങൾ കുർബാന എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പോഴായാലും ഞാൻ എൻ്റെ അടുത്തുള്ള പള്ളി ഏതാണോ അവിടെ പോയി ഞാൻ കുർബാന കൂടാറുണ്ട്. ഗ്രോട്ടോയിൽ പോയി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിർത്തിക്കൊള്ളുന്നു. നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേയുണ്ട്. സഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17-ാം വചനമാണ്. പിന്നീടുണ്ടായിരുന്ന CMA പ്ലേസ്മെൻ്റാണ്. അതും ഇവിടെ വന്ന് പ്ലേസ്മെൻറ്റിന് മുൻപ് തന്നെ ജോസഫ് അച്ഛനെ കാണുകയും ബ്ലെസ്സിങ് മേടിക്കുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് ഈ മകൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 2 ദിവസം കൊണ്ട് പോലും കൂടെ എല്ലാ പേപ്പേഴ്സും പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയും സമയ ചുരുക്കത്തിൻ്റെ അമ്മ വീണ്ടും ഈ മകൾക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ്, അതായത് MNCയിൽ അനലിസ്റ്റായിട്ട് ബാംഗ്ലൂരിൽ തന്നെ ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്.
അതും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹമാണ്, ഒരു കൃപയാണെന്നാണ് ഈ മകൾ കൂടുതൽ വീണ്ടും വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ കൃപ എൻ്റെ മെറിറ്റല്ല, ബട്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അമ്മയുണ്ട് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് എല്ലാം ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുവാൻ. അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്ന അമ്മ. കൃപാസനം അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോകുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം വചനം പറയുന്ന പോലെ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ആ ദൈവ സാന്നിധ്യമാണ് നമ്മളെ ധൈര്യപ്പെടുത്തുകയും എന്ത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ആ ശക്തിയും ആ ബലവും നൽകുന്നത്. ഈ മകളുടെ ജീവിതത്തിലും കർത്താവായ ദൈവമാണ് വിജയം നൽകുന്ന യോദ്ധാവ്. ആ യോദ്ധാവിൻ്റെ അരികിൽ ഈ മകൾ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വന്നു നിന്ന് സാക്ഷ്യം പറയുന്നത്. ഈ മകൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളും, പ്രത്യേകിച്ചും പത്രം, പലപ്പോഴും പല വാക്കുകൾ കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിലും പക്ഷെങ്കിൽ ഒന്നും വകവയ്ക്കാതെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ഈ മകളുടെ തീഷ്ണത, അതും പിന്നെ പ്രാർത്ഥിച്ച് പത്രം കൊടുക്കുമ്പോൾ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ആ തീഷ്ണതയാണ് ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ഒരു കാര്യം അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ്. അങ്ങനെ ഈ മകള് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനമെല്ലാം നല്ല ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്തുകൊണ്ട് ഫലമായിട്ടാണ് ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വരുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും എന്തു തന്നെ പ്രശ്നമായാലും ബുദ്ധിമുട്ടുകളായാലും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. വിജയം നൽകുന്ന യോദ്ധാവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വിശ്വാസത്തോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമിത മരിയയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച്